കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസ് കൊലക്കേസ് പ്രതികളായ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനം നൽകിയതിനെതിരെ പുതുപ്പാടി MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ MSF KSU പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഞങ്ങൾ 4 ആൾക്കാർ പോയി പ്രിൻസിപ്പളെ കണ്ടുവരൂലേ? അന്തിയുറങ്ങും ഷഹബാസേ, നിങ്ങൾക്കായി പൊരുതുന്നു, പൊന്നാമനേ ഷഹബാസേ. ഷഹബാസിന്റെ കൊലയാളികളെ ഈ MGM സ്കൂൾ പഠിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ വർഷം മുഴുവൻ ഞങ്ങൾ സമരം ചെയ്യും. നിങ്ങൾ കയറ്റി വന്നി പിടിച്ചൊന്നും ഒരു കാര്യമില്ല. ഈ ജനങ്ങൾ, ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഇത് വരും. ഞങ്ങളെ കുട്ടികൾ നീതിക്ക് നിരക്കാത്ത കാര്യത്തിൽ നിങ്ങൾ ഇവിടെ പബ്ലിക്കായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളിൽ ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കൂ. മലയാളികളെ സംരക്ഷിക്കും, ഓർത്ത് കളിച്ചു, രൂപം മാറി കോലം മാറി. കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസ് കൊലക്കേസ് പ്രതികൾക്ക് കോടതിയുടെ ഉത്തരവ് പ്രകാരം +1 പ്രവേശനം നൽകിയതിനെതിരെ പുതുപ്പാടി MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ MSF KSU പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. അബിന ചേരുന്നു. കോടതിയുടെ ഉത്തരവിനെതിരെ ഈ KSU MSF പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? കോടതിയുടെ ഉത്തരവ് കോടതി തിരുത്തണമെന്നാണോ? കോടതിയെയും നിയമവ്യവസ്ഥയെയും എതിർത്തുകൊണ്ടാണോ ഈ പ്രതിഷേധം? കാരണം കോടതിയുടേതാണല്ലോ ഉത്തരവ്. തീർച്ചയായും എം എസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ ഈ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകിയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ MSFന്റെയും KSUവിന്റെയും നേതൃത്വത്തിൽ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും സമാനമായ രീതിയിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെയായിരുന്നു MSFും KSUവിന്റെയും നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച്, അതായത് ഈ ഷഹബാസ് കൊലപാതകികൾക്ക് അഡ്മിഷൻ നൽകരുത്, ഷഹബാസ് മണ്ണോട് ചേർന്ന് ഉറങ്ങുമ്പോൾ എന്തിനാണ് ഇവർക്കിവിടെ പഠനം നൽകുന്നത്, അല്ലെങ്കിൽ ഇവരുടെ പഠനം പൂർത്തിയാക്കാൻ എന്തിനാണ് സർക്കാർ കൂട്ടുനിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടായിരുന്നു MSFും അതുപോലെ തന്നെ KSU വലിയ രീതിയിൽ അതോ കോടതി കൂട്ടുനിൽക്കുന്നുവെന്നാണോ പറയേണ്ടത്? കോടതിയുടെ ഉത്തരവ് സർക്കാർ നടപ്പാക്കുകയല്ലേ ചെയ്യുന്നത് എന്നുള്ള തിരിച്ചുള്ള ചോദ്യം ആരെങ്കിലും ചോദിച്ചിരുന്നുവോ? ഒരിക്കലുമില്ല എംഎസ്. തീർച്ചയായും ഇതിൽ MSFും അതുപോലെ തന്നെ KSUവും പ്രധാനമായും ഉന്നയിക്കുന്നത് സർക്കാരും പോലീസുമാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത് എന്ന കാര്യമാണ്. പ്രധാനമായും വിവിധ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയായിരുന്നു. നേരത്തെയും സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിഷേധത്തിലും MSFും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതായത് പോലീസും സർക്കാരും അതേപോലെ തന്നെ KSU പ്രവർത്തകരോടും കോടതിയുടെ ഉത്തരവാണല്ലോ ഇത് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി എന്താണ്? അവർക്ക് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇതിൽ സർക്കാർ മാത്രമാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത് എന്ന് തന്നെയാണ്. ഇതിൽ പ്രധാനമായും വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം. പക്ഷേ MS നമ്മൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്ന് പറയുന്നത്, നേരത്തെ എല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളായിരുന്നു ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ നമ്മൾ അല്പനേരം മുൻപ് രക്ഷിതാക്കൾ വരെ ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളത് അല്പസമയം മുൻപ് ദൃശ്യങ്ങളിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും രക്ഷിതാക്കൾ അടക്കം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറ്റവാളികൾ പഠിക്കുന്ന ഈ ഒരു സ്കൂളുകളിലേക്ക് എങ്ങനെയാണ് തങ്ങളുടെ മക്കളെയും കൂടെ തങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുക എന്ന കാര്യം കൂടെ രക്ഷിതാക്കൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകണം എന്ന് തന്നെയായിരുന്നു ഇവർ പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ MGM ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിൽ MSFും KSUവും അതോടൊപ്പം തന്നെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ MGM ഹയർ സെക്കൻഡറി സ്കൂളിലെ അവിടെ ഇപ്പോൾ നിലവിൽ പഠിക്കുന്ന +1 +2 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും വലിയ പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുകയും പോലീസ് അവസാനം ചോദിക്കുകയും ചെയ്തു, നിങ്ങളുടെ ആവശ്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ചതിനു ശേഷം പ്രവർത്തകർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തങ്ങൾക്ക് ഇവിടുത്തെ പ്രിൻസിപ്പളിനെ കാണണം, എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അഡ്മിഷൻ നൽകിയത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതായിരുന്നു ഈ പ്രധാനമായും ഈ പ്രവർത്തകരുടെ ചോദ്യം. പിന്നീട് തന്നെ